ചേട്ടൻ എന്ന അതുല്യ കലാകാരന്റെ ജീവിതയാത്രയിൽ നാടകവും സിനിമയും ഇങ്ങനെ ഇടചേർന്ന് കിടക്കുകയാണ്. രണ്ട് വശങ്ങളിലും ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ള ഒരു കലാകാരനായിരുന്നു മാളച്ചേട്ടൻ. മാളച്ചേട്ടന്റെ കാര്യം പറയുന്നത് പോലെ തന്നെ നാടകത്തിൽ നിന്നും സിനിമയിലെത്തിയ ഒരു പ്രതിഭ. മാളച്ചേട്ടനോടൊപ്പം നിരവധി ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ള ഒരു പ്രതിഭ. ഏറെ സ്നേഹപൂർവ്വം ബഹുമാനത്തോടെ ഓർമ്മയിലെന്നും മാള രവീന്ദ്രൻ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിനേത്രി കുളപ്പുള്ളി ലീല ചേച്ചി. ലീല ചേച്ചി, സ്വാഗതം ഓർമ്മയിലെന്നും മാള രവീന്ദ്രൻ എന്ന് പറയുന്ന ഈ പങ്ക്തിയിലേക്ക്. നാടക കാലത്തെ മാളച്ചേട്ടനുമായിട്ടൊരു ബന്ധം ലീല ചേച്ചിക്കുണ്ടോ? ഉണ്ട്. എവിടുന്നാണ്, എപ്പോഴാണ്? മാളച്ചേട്ടൻ ഈ കോമഡി അല്ലേ അധികം ചെയ്യുന്നത്. ഞാനും നാടകത്തിൽ അധികം കോമഡിയാണല്ലോ ചെയ്യുന്നത്. അതെ. അപ്പൊ ചേട്ടൻ സിനിമയിലൊക്കെ അതിന് ശേഷമാണ് കേട്ടോ. അപ്പൊ ഞാനും സിനിമയിലുണ്ട്. അങ്ങനെയാണ് സിനിമയിൽ നാടകത്തിന്റെ വെച്ചാൽ മാളച്ചേട്ടൻ നാടകം കളിക്കുന്ന കാലത്ത് എനിക്ക് പരിചയമില്ല. പക്ഷേ ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാനും സിനിമയിൽ വന്ന ശേഷം പുള്ളി ഡയറക്ഷൻ ചെയ്യാറുണ്ട്, നാടകങ്ങളൊക്കെ കളിക്കാറില്ല. അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നെ വിളിച്ചിട്ട്. അപ്പം ഞങ്ങളൊരു 6-7 പടവും ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പരിചയം. അപ്പം എന്നോട് എടി ഞാൻ ഒരു നാടകം ചെയ്യുന്നുണ്ട്, നീ വന്നൊന്ന് അഭിനയിക്കണം കേട്ടോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു മാളച്ചേട്ടാ ഞാനും ഇങ്ങനെ സിനിമയിൽ അപ്പോൾ ഡേറ്റിൽ എടി നീ നാടകത്തിൽ നിന്നാണ് വന്നതെന്ന് ഓർക്കണം, സിനിമയൊക്കെ പോയി പണി നോക്കാൻ പറ. എന്നിട്ട് തിരിഞ്ഞിട്ട് കൊണ്ട് പറയാം ഞാൻ പറയുന്നത് വെറുതെ പറയാം, നാടകം നിനക്ക് വരുമ്പോൾ സിനിമ വരുമ്പോൾ ഞാൻ വിട്ടുതരാം, നമ്മളെ ചോറല്ലേ ഇപ്പൊ അത്. ശരി. മാളച്ചേട്ടൻ അപ്പം സിനിമയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് നാടക ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. അല്ലേ? ഈ നാടകത്തില് മാളച്ചേട്ടൻ ഡയറക്ട് ചെയ്യുന്ന നാടകത്തിൽ ലീല ചേച്ചി അഭിനയിച്ചു. അതായത് വേറൊരു പെണ്ണിനെയാണ് വിളിച്ചത് അവര്. ആ പെണ്ണ് ചെയ്തപ്പം അതിന് ശരിയായില്ല. ആ മാളച്ചേട്ടൻ പറഞ്ഞു ആ കൊളപ്പുള്ളീനെ അങ്ങോട്ട് ആ കൊലപ്പുള്ളീനെ അങ്ങോട്ട് വിളിക്കുന്നു പറഞ്ഞത്. ആദ്യം കൊലപ്പുള്ളി ആ കൊളപ്പുള്ളീനെ അങ്ങനെ വന്നിട്ട് അങ്ങനെ എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഞാനൊരു നാടകം ചെയ്യണ്ടേ, ഒരു പെണ്ണ് കൂടെ വന്നു കഴിഞ്ഞ് സൈക്കിള് കിട്ടി, അതൊന്നും ശരിയായില്ല, നീ അതൊന്നും വന്ന് അഭിനയിച്ചിട്ടായോ, നിനക്ക് അധികം റിഹേഴ്സലൊന്നും വേണ്ട, നിനക്ക് വേഗം ചെയ്യാൻ പറ്റണ്ട. മാളച്ചേട്ടാ അതിപ്പം നമ്മളിപ്പോൾ കയറി വരുന്നൊക്കെ അല്ലേ ഉള്ളൂ, എന്തെങ്കിലും പ്രശ്നമായ അതൊക്കെ ഞാൻ നോക്കിയോളാം, നീ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. മാളച്ചേട്ടൻ്റെ വീടുണ്ട് മാളയിൽ, അവിടെ വെച്ചാണ് റിഹേഴ്സലും കാര്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ വന്ന് റിഹേഴ്സൽ എടുത്തപ്പം മതിയടി ഇനിയിപ്പോൾ നീ വന്നോളുന്നില്ല, നീ ഡയലോഗൊക്കെ എഴുതി വീട്ടിൽ കൊണ്ടുപോയി പഠിച്ചിട്ട് കൊണ്ട് വന്നാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ മാളച്ചേട്ടാ അതൊന്നും ശരിയല്ലേ, മാളച്ചേട്ടൻ്റെ പേരാ പോവുക, എൻ്റെ പേരൊന്നും പോയില്ലേ, നീ ഒന്നും വിചാരിച്ച എൻ്റെ പേര് പോവില്ല. ഞാൻ പറഞ്ഞു മാളച്ചേട്ടൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നാടകമല്ലേ മാളച്ചേട്ടൻ്റെ പേര് കളയാൻ ഞാൻ വിചാരിച്ചാൽ പറ്റും ചലിക്കാതിരിക്കും അവിടെ. അങ്ങനെ റിഹേഴ്സലൊക്കെ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു അപ്പം വേറൊരാൾ പറഞ്ഞു വേറൊരു പെണ്ണിനെയും കൂടി പഠിപ്പിച്ച് വെക്കാം, എന്നിട്ട് അഥവാ ഇവർക്ക് സിനിമ വരികയാണെങ്കിൽ പോയിക്കോട്ടെ, അവൾക്ക് സിനിമ വന്നാലും ശരി, സിനിമേന്റെ അപ്പുറത്തെ അപ്പാപ്പം വന്നാലും ശരി, നാടകം വന്നാലും ശരി, ഇതിലവള് കളിച്ചിരിക്കും പറഞ്ഞു. ഒരു വിശ്വാസമാണ്. ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞു നാടകത്തിലുള്ള ആൾക്കാർക്ക് അതിനോട് ഒരു. പക്ഷേ നാടകം എല്ലാം ഓക്കെ. അപ്പൊ അവളെ പഠിപ്പിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഡയലോഗ് പഠിച്ചോ, എന്നിട്ട് ബുദ്ധിമുട്ട് നമുക്ക് നോക്കട്ടെ, പറ്റുവാണെങ്കിൽ നീ തന്നെ കളിക്കണം എന്ന് പറഞ്ഞു. വന്നത് എനിക്കും മാളച്ചേട്ടനും കൂടി ഒരുമിച്ച് സിനിമ. അതായത് സിനിമയുടെ പേരിക്ക് ഓർമ്മല്ല, 6-7 സിനിമ ചെയ്തിട്ടുള്ളൂ മാളച്ചേട്ടൻ്റെ കൂടെ. അപ്പോൾ മാളച്ചേട്ടാ എനിക്ക് ഇങ്ങനെ സിനിമ വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? എടി എനിക്ക് മാത്രമല്ല നീ മിണ്ടല്ലേ, എനിക്ക് വന്നിട്ടുണ്ട്. സേതുരാമയ്യർ CBI ആണോ എനിക്ക് ഓർമ്മയില്ല. പ്രഭുവിന്റെ മക്കൾ അങ്ങനെ എന്തോന്നാണ്, ഒരു 6-7 പടം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാം, ഒരു കാര്യം ചെയ്യേ, ഇനി അവള് കളിച്ചോട്ടെ. അത് അങ്ങനെ എനിക്ക് സ്റ്റേജിൽ കളിക്കാൻ പറ്റിയില്ല, പക്ഷെ ക്യാമ്പില് പറഞ്ഞല്ലോ ക്യാമ്പിലൊരു ധൈര്യമാണല്ലോ, അത് കളിച്ച് കാണിച്ച് ഒരാൾ ചെയ്ത് കാണിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് റിഹേഴ്സൽ ചെയ്യാൻ ആർട്ടിസ്റ്റ് വേണമല്ലോ. പക്ഷെ എന്നോട് പിന്നെ മാൾച്ചേട്ടൻ പറഞ്ഞെന്താ വെച്ചാൽ നീ ഒരു കാര്യം ചെയ്യ്, നീ നിക്ക്, അവള് പഠിച്ചോട്ടെ, പഠിപ്പിച്ചിട്ട് എന്നോട് 3-4 ദിവസം അവിടെ റിഹേഴ്സൽ ക്യാമ്പിൽ നിൽക്കാൻ പറഞ്ഞ് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു.